ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ടോപ്പിക്ക് ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി വന്നാലുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ്. അതായത് ഒരു ബന്ധത്തിലെ തേർഡ് പാർട്ടി പ്രശ്നങ്ങൾ ആ ബന്ധത്തിന് പുറത്തുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഒരു കുടുംബാംഗം, അതോ അല്ലെങ്കിൽ പ്രണയ താല്പര്യങ്ങൾ എന്നിവ ഒരു ബന്ധത്തിനുള്ളിൽ പിരിമുറുക്കത്തിൻ്റെയോ അല്ലെങ്കിൽ സംഘർഷത്തിൻ്റെയോ ഉറവിടമായി മാറുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഒരു ബന്ധത്തിന് പുറത്തുള്ള ഒരാളുമായിട്ടൊരു പങ്കാളി പ്രണയപരമോ അല്ലെങ്കിൽ ശാരീരികമോ ആയ ഇടപെടലുകളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് പങ്കാളിയെ അവിശ്വസ്തതയുണ്ടാവും, അല്ലേ? അതുപോലെ ബന്ധത്തിന് പുറത്തുള്ള ഒരാളുമായി ഒരു പങ്കാളി ശക്തമായ വൈകാരിക ബന്ധം രൂപപ്പെടുത്തുമ്പോൾ അത് നിലവിലുള്ള ബന്ധത്തിന് ഭീഷണിയാവാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ബന്ധത്തിനുള്ളിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ ഒരു ബന്ധത്തിലേക്ക് സ്വമേധയാൽ കയറി ഇടപെടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല പിരിമുറുക്കമോ അതേപോലെ സംഘർഷമോ ഉണ്ടാവുന്നുണ്ട്, അല്ലേ? ഇനി സോഷ്യൽ മീഡിയ ഇടപെടലുകളുണ്ടല്ലോ, അതായത് ഓൺലൈനിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, ആ ബന്ധത്തിനുള്ളിൽ അസൂയ, അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ സംഘർഷത്തിനും കാരണമാവും, അല്ലേ? സ്ഥിരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ പാർട്ട്ണർക്ക് അത് സ്വാഭാവികമായിട്ടും അതാർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണല്ലോ. അപ്പം അത് നമുക്ക് വലിയൊരു പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തും എന്നുള്ളതാണ്. അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള ബന്ധമോ അല്ലെങ്കിൽ സൗഹൃദമോ അത് നമ്മുടെ നിലവിലുള്ള ബന്ധത്തിനുള്ളിൽ നല്ല രീതിക്കുള്ള പിരിമുറുക്കവും അതുപോലെ സംഘർഷവും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ പാർട്ട്ണറിലേക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് നോക്കാം. അതിൽ കൂടുതലായിട്ട് നിങ്ങളോട് അവർ രഹസ്യ സ്വഭാവം വയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷണം. അതായത് ബന്ധത്തിന് പുറത്തുള്ള ഒരാളായിട്ടുള്ള ആശയവിനിമയത്തെക്കുറിച്ച് ഒരു പങ്കാളി രഹസ്യമായി ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങളോട് അവർ വൈകാരികമായി അകലം പാലിക്കുക. അതായത് ഒരു പങ്കാളി വൈകാരികമായി അകന്നു പോവുകയോ പിൻവലിക്കപ്പെടുകയോ ചെയ്യുന്നു. ഇത് ഒരു ബാഹ്യ വൈകാരിക ബന്ധം മൂലമായിരിക്കും അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അടുത്തത് ഡിഫെൻസീവ്നെസ് ആണ്. അതായത് ഒരു ബന്ധത്തിന് പുറത്തുള്ള ഒരാളുമായുള്ള ആശയവിനിമയത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോഴുണ്ടല്ലോ അവർ പ്രതിരോധത്തിലാവും, അല്ലേ? സ്വാഭാവികമായിട്ടും. അതുപോലെ ആ കാര്യം അവർ എന്ത് ചെയ്യും, നിരസിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ളതാണ്. ഇനി അവർ മറ്റുള്ളവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നു. അതായത് ഒരു പങ്കാളി ബന്ധത്തിന് പുറത്തുള്ള ഒരാളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നു. ഇത് ആ ബന്ധത്തിനുള്ളിൽ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അസൂയയോ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെയാണ് ഈ തേർഡ് പാർട്ടിയെ മറികടക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അതിലാദ്യം നമ്മൾ നമ്മുടെ പാർട്ട്ണറായിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നേരിട്ടും അല്ലെങ്കിൽ പരസ്യമായിട്ടും ഒരു പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. അവരുടെ കാഴ്ചപ്പാട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങളുടെ ആശങ്കകൾ അവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ നിങ്ങളൊരു ബൗണ്ടറി ലൈൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബന്ധത്തിന് പുറത്തുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്നതിന് വ്യക്തമായിട്ടുള്ള ബൗണ്ടറി നിങ്ങൾ സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സുതാര്യത അല്ലെങ്കിൽ സ്ഥിരത, പ്രതിബദ്ധതകൾ അല്ലെങ്കിൽ പിന്തുടരൽ എന്നിവയിലൂടെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി കപ്പിൾസ് തെറാപ്പിയാണ് അടുത്ത് പറയുന്നത്. അതായത് പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടൊരു തേർഡ് പാർട്ടി പ്രശ്നങ്ങളെ തരണം ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കാനൊക്കെ ആയിട്ട് ദമ്പതികളുടെ തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടുന്നത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. നിങ്ങൾ ഓർക്കണം, അതായത് ഒരു ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ 1000 തെറ്റുകളെയും ക്ഷമിക്കും എന്നുള്ളതാണ്, അല്ലേ? പക്ഷെ ബന്ധം വേണ്ടാന്ന് ആഗ്രഹിക്കുന്നവരെന്ത് ചെയ്യും? ഒരു ചെറിയൊരു തെറ്റ് പോലും നമ്മൾ കാരണമാക്കി കണ്ട് അത് ഒഴിവാക്കി പോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും അവരവരുടെ ബന്ധങ്ങൾ മുന്നോട്ട് ശക്തമായി കൊണ്ടുപോകാൻ എൻ്റെ വീഡിയോ കൊണ്ട് കുറച്ചെങ്കിലും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.